ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ്. വഴുതനങ്ങ അരിഞ്ഞ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിൻ്റെ കറയൊക്കെ പോകാനാണ് വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി അതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 5-6 ചുവന്നുള്ളി, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു അരക്കപ്പ് തേങ്ങ, ഇത്രയുമാണ് തോരന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളി ചതച്ചതും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് അതിലിട്ട് വഴറ്റാം. തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഒരു 10 സെക്കൻഡ് അതിലിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം 2-3 പ്രാവശ്യം കഴുകിയെടുത്ത വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ വഴുതനങ്ങ ഇട്ടതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തൊന്ന് ഇളക്കിയിടുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടാവില്ല. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേകാൻ വെക്കണം. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എടുത്ത് എല്ലാം വെന്തോ ഒന്ന് നോക്കുക. ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് കുറച്ച് സിമ്മിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ വഴുതനങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.